ജയ അൻവർ നിലമ്പൂര് മത്സരിക്കുകയാണെങ്കിൽ ജയിക്കോ അത് എത്ര വോട്ട് കിട്ടും എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, പറയാം. അവിടെ 2,33,000 വോട്ടുള്ളത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മുടെ നാട്ടിലെ ആവശ്യമില്ലാതൊരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ച പോലത്തെ ഒരു അവസ്ഥയാണ് ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ രാഷ്ട്രീയ അതിപ്രസരമുള്ള ആളുകൾ, രാഷ്ട്രീയക്കാർ മാത്രമാണ് വോട്ട് ചെയ്യാനുള്ള സാധ്യത. കഴിഞ്ഞാൽ രാഷ്ട്രീയ അനുഭാവികൾ, രാഷ്ട്രീയമായി താല്പര്യമുള്ളൂ, അതല്ലാത്ത ആളുകൾക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല. പിന്നെ 6 മാസം കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം വളരെയധികം കുറവായിരിക്കും. എന്തായാലും അൻവർ മത്സരിക്കുന്നതുകൊണ്ട് അൻവർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മാക്സിമം സർവ്വശക്തി എടുത്ത് പിടിക്കുകയാണെങ്കിൽ തന്നെ, പരമാവധി പിടിക്കുകയാണെങ്കിൽ ഒരു 20,000 അല്ലെങ്കിൽ 23,000. അതിന്റെ മുകളിൽ കിട്ടില്ല. ജയിക്കാൻ ചാൻസ് ഇല്ല. മാത്രല്ല LDF-ന് അൻവർ മത്സരിക്കുകയാണെങ്കിൽ അതില് ഒരു 50,000-ന് മുകളിൽ LDF-നും കിട്ടില്ല. UDF-ന് ഒരു 60,000 വോട്ട് വരെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ UDF-നാണ് മുൻതൂക്കം. അൻവർ മത്സരിച്ചാൽ UDF-ന് തന്നെയാണ് സാധ്യത. അൻവറിനെ UDF തിരിച്ചെടുക്കോ എങ്ങനെയാ? അതെന്താ കാണിച്ചാലേ, ഈ അയ്യപ്പനും കോശി സിനിമ കണ്ടോ? നിങ്ങൾ ഹരിയിലും കണ്ടോ? അയ്യപ്പനും നമ്മുടെ കോശി എന്താണ്, പൃഥ്വിരാജും ബിജു മേനോനും തമ്മിലേ വെറുതെ ആവശ്യമില്ലാണ്ട് തിമിട്ടെടുത്തിട്ട് ഞാനെന്ന ഭാവം, ഞാനാണ് വലുത് നീയാണ് വലുത് എന്ന് പറഞ്ഞിട്ട് തിമിട്ടെടുത്തിട്ടാണ് ആ സിനിമ അവസാനം വരെ പോണത്. ഇതെന്ന് പറഞ്ഞാൽ തൻപൊരുമ, ഞാനെന്ന ഭാവം, അഹങ്കാരം, ആധിപത്യ സ്വഭാവം, ഇത് വെറുതെ ഇതല്ലാണ്ട് ഇതില് വിഷയമില്ലാന്ന്. അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ ഒരു അറ്റ്ലീസ്റ്റ് ട്രംപ് അല്ലെങ്കിൽ നരേന്ദ്രമോദി, ഏറ്റവും കുറഞ്ഞത് ഒരു പിണറായി വിജയൻ, ഇതിന്റെയൊക്കെ മുകളിലാണ് ഞാൻ എന്നുള്ള റേഞ്ച്. അതെ അതെ. അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാണ്. നിലമ്പൂരിലെ സംഭവം ഞാനാണ്. ഇതാണ് അൻവർ. എന്തായാലും അൻവർ മത്സരിക്കുകയാണെങ്കിൽ 20,000 അതിന്റെ മുകളിൽ പിടിക്കാൻ ചാൻസ് ഇല്ല. UDF-ന് എന്തായാലും 60,000 വോട്ട് ഉറപ്പായിട്ട്. അൻവറിന് ഭാഗ്യം പറഞ്ഞു പറയണെങ്കിൽ LDF ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ LDF ആയിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഒരു കാരണമില്ലാന്ന്. LDF-ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അൻവറായിട്ട് രഹസ്യമായിട്ട് ഒരു സെറ്റിൽമെന്റ് ചെയ്തത് അൻവറിനെ തന്നെ മുന്നോട്ട് പോകും. അൻവർ ജയിക്കുകയാണെങ്കിൽ ആരോടൊപ്പം നിൽക്കും? അൻവർ ജയിക്കാനായിട്ട് പോകുന്നില്ല. അൻവർ ജയിക്കുന്ന വിഷയമില്ല. അല്ല, അൻവറിന് ധാരണ ജയിക്കുന്നതാണ്. അപ്പൊ ജയിക്കുകയാണെങ്കിൽ, ബൈ ചാൻസ് ജയിക്കുകയാണെങ്കിൽ ആരോടൊപ്പം നിൽക്കും? ഇല്ല, അൻവർ ജയിക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെ ജയിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു പറ്റില്ലല്ലോ ഇല്ല, അങ്ങനെ ഒരു ചാൻസ് ഇല്ല അവിടെ. അൻവർ ജയിക്കാനുള്ള ചാൻസ് ഇല്ല. അൻവർ ജയിക്കാൻ കഴിഞ്ഞാൽ LDF-ന്റെ പിന്തുണ ഇല്ലാതെ അൻവർ ജയിക്കാനുള്ള ചാൻസ് ഇല്ല, ഉറപ്പായിട്ടും. ഓക്കെ.